നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇപ്പോൾ വേനൽക്കാലമാണ്, ചൂട് കൂടി കൂടി വരികയാണ്. സൂര്യൻ വളരെയധികം കാഠിന്യത്തോടു കൂടി എല്ലാവരുടെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ടാൻ ആവുന്നു എന്നാണ് മിക്കവാറും ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് എല്ലാം പറയുന്നത്. ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ടാണ് കൂടുതൽ പേഷ്യൻസും ഫേസ് നന്നായിട്ട് കരിവാളിച്ചു, കഴുത്ത് നന്നായിട്ട് കറക്കുന്നുണ്ട്, കണ്ണിന് ചുറ്റും കറക്കുന്നുണ്ട്. അത് ജസ്റ്റ് പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം സ്കിൻ ഡൾ ആൻഡ് ഡാമേജ്ഡ് ആയി മാറുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ക്ലിനിക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഡി ടാൻ തെറാപ്പി പോലുള്ള സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഈ ടാനിനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. അത് ആക്ച്വലി ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ആണ് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ വന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണ്, വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് 2-3 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോർ ഷുവർ, അതായത് ഉറപ്പായിട്ടും റിസൾട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്ത് നോക്കി മാക്സിമം ആൾക്കാർ വളരെയധികം റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫേഷ്യൽസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ആദ്യം തന്നെ പറഞ്ഞോളട്ടെ. ഇപ്പൊ ഞാൻ ആദ്യം ഡീറ്റാൻ ട്രീറ്റ്മെന്റ് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ക്ലിനിക്കിൽ ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ടും അതുപോലെ തന്നെ അത് സസ്റ്റെയിൻ ചെയ്യുക, അതായത് നിലനിൽക്കുന്നത് പോലത്തെ ഉള്ള റിസൾട്ട് ആയിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്, നമ്മൾ മറ്റേത് മെഡിസിൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആവുമ്പോൾ കുറച്ച് നാൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയും അതുപോലെ പരിപാലിക്കുകയും ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് നിലനിൽക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ഇഫക്റ്റ് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ഭുത ഗുണങ്ങളുള്ള ഒരു കാര്യമാണെന്ന് പറയാം. വൈറ്റമിൻ സിയുടെ ഏറ്റവും വലിയൊരു സോഴ്സ് ആണ് തക്കാളി എന്ന് പറയുന്നത്. തക്കാളി ശരിക്കും ഒരു വെജിറ്റബിൾ അല്ല, ഒരു ഫ്രൂട്ട് ആണ്. പക്ഷെ നമ്മൾ അതിനെ എപ്പോഴും ഒരു വെജിറ്റബിളിന്റെ കാറ്റഗറിയിലാണ് കൂട്ടുന്നത്. അപ്പൊ ഈ തക്കാളിയിൽ അടക്കിയിരിക്കുന്നത് ലൈക്കോപ്പീൻ ആണ്. ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് നമുക്ക് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. തക്കാളി കഴിക്കുകയൊക്കെ ചെയ്യുന്ന വേനലിൽ തക്കാളി ജ്യൂസ് ഒക്കെ അടിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അത് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഫേഷ്യലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടത് പഴുത്ത തക്കാളിയാണ്. അപ്പൊ ഇതൊരു നാച്ചുറൽ ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ഈ ബ്ലീച്ചിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി നമ്മളെ വെളുപ്പിക്കുമെന്നോ നമ്മുടെ സ്കിൻ കളർ ഭയങ്കരമായിട്ട് മാറുന്നോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വെളുക്കുകയല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്കുണ്ടായിരുന്ന സ്വാഭാവികമായിട്ട് നിറത്തിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും, കരുവാളിപ്പ് മാറ്റുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തക്കാളിയുടെ ജ്യൂസ് എടുക്കുക, അതിനകത്തേക്ക് ഒരു സ്പൂൺ ഹണി ഒഴിക്കുക. തക്കാളി ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഒന്നിയിൽ ചിലർ വയ്ക്കുന്നത് തൊലി കളഞ്ഞിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ അതെടുത്ത് ഗതി ചെയ്യണം എന്ന് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് തക്കാളിയുടെ ഏത് ഭാഗവും നല്ലതാണ്. അത് അരയ്ക്കണം എന്നില്ല, കൈ കൊണ്ട് അതിങ്ങനെ ജസ്റ്റ് സ്ക്വിഷ് ചെയ്ത് അങ്ങ് എടുത്താലും മതി. ഇനി അതല്ല അരച്ച് പേസ്റ്റ് പോലെ ആക്കിയാലും വളരെ നല്ലത്. അല്ല അതിനകത്തെ പൾപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പം അതെടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് തേൻ ഒഴിക്കുക. തേന് ചെറുതേനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ചെറുതേനൊന്നും കിട്ടിയില്ലെങ്കിൽ സാധാരണ തേൻ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തേൻ, ശുദ്ധമായ തേൻ എടുത്ത് ഉപയോഗിക്കാം. തേൻ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി. അതായത് ഇപ്പൊ വെയിലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ കരിവാളിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊള്ളല് പോലെയാണ്. അതിപ്പോ ഈവൻ സൺസ്ക്രീൻ ഇട്ടാൽ പോലും എല്ലാവരും വിചാരിക്കുന്ന കുറേ നേരം വെയിൽ കൊള്ളുമ്പോഴാണ് നമ്മുടെ സ്കിൻ ഡാമേജ് ആവുന്നത്. ശരിക്കും അങ്ങനെയല്ല. ഒരു ദിവസം നമ്മൾ ജസ്റ്റ് ഒരു 20 മിനിറ്റ്, 10 മിനിറ്റ്, അല്ലെങ്കിൽ 5 മിനിറ്റ്, 5 സെക്കൻഡ് ഇത്തരം വെയിൽ കൊണ്ടാൽ പോലും ആ യു വി റേ നല്ല പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വെയിൽ കൊള്ളുന്നതെങ്കിൽ, ഇപ്പൊ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്, ഇതൊരു പൊള്ളൽ പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡാമേജ്, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ, ഒരു ക്ഷണനേരം കൊണ്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ആയി പോകും. അതൊരു പൊള്ളൽ പോലെ. അപ്പൊ ഇതിനെ മാറ്റാനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ തേൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നല്ല മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ ഒരു ആന്റി പിഗ്മെന്റ്, അതായത് പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നതിനെ കുറച്ചൊക്കെ തടയാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് തേൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്തേക്ക് കുറച്ച് കടലമാവ്. കടലമാവിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്ഫോളിയന്റ് ആണ് കടലമാവ് എന്ന് പറയുന്നത്. എക്സ്ഫോളിയന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡെഡ് സെൽസ്, മിതമായിട്ടുള്ള ഡെഡ് സെൽസിനെയും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ കരിവാളിപ്പ് പോലുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റി സ്കിൻ കുറച്ചൊന്ന് നാച്ചുറൽ ആയിട്ട് പോളിഷ് ചെയ്യാൻ കഴിവുള്ള ഒരു കാര്യമാണ് ഈ കടലമാവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് മൂന്നും കൂടെ മിക്സ് ചെയ്യാം. പിന്നെ അടുത്തൊരു മാജിക്കൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ പൊടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കസ്തൂരി മഞ്ഞളോ പച്ച മഞ്ഞളോ ഏത് മഞ്ഞൾ വേണമെങ്കിൽ ഉപയോഗിക്കാം.
ഇതിനകത്ത് കസ്തൂരി മഞ്ഞളാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ആൻറ്റി ടാൻ റിമൂവലിൽ നമ്മൾ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം, ചിലർക്ക് മഞ്ഞളിടുമ്പോൾ കുറച്ച് ഡ്രൈ ആവാറുണ്ട്. അങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞളിട്ട് കഴിയുമ്പോൾ ഈ മൂക്കിന്റെ 2 ഭാഗം, ഈ ചിന്നിന്റെ ഇതന്റെ ഈ ഒരു ഭാഗം മടക്ക് ഒക്കെ കുറച്ച് ഡ്രൈ ആവുകയും ഒരു കറുത്ത നിറം വരികയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, നിങ്ങൾക്കത് അലർജിയാണ്. അപ്പൊ കുർക്കുമിനാണ് മഞ്ഞളിൽ വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതും ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി. നേരത്തെ പറഞ്ഞതുപോലെ സൺ ഡാമേജ് തടയാനും അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും അഥവാ ഡാമേജ് ആയാൽ അതിനെ റിവേഴ്സ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു സാധനമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കുക. ഞാൻ ആദ്യം പറഞ്ഞ തക്കാളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ തക്കാളിയുടെ പൾപ്പ്, കുറച്ച് കടലമാവ്, അതുപോലെ തന്നെ കുറച്ച് തേൻ, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി വളരെ ചെറിയ അളവിൽ മതി, കുറച്ചൊരു 1/4 ടീസ്പൂണിനും താഴെ മതി. ടീസ്പൂൺ വേണ്ട, അത്രയും കുറച്ച് അളവിൽ നമുക്ക് മതിയാവും. എന്നിട്ട് നന്നായിട്ടൊരു തിക്ക് പേസ്റ്റ് ആക്കുക. ഈ തിക്ക് പേസ്റ്റിനെ നമ്മൾ മുഖത്തിലും അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യുക. ഇത് ഏകദേശം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇഫക്റ്റീവ് ആണ്. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിന്റെ മറ്റൊരു കോമ്പിനേഷൻ ഞാൻ പറയാം. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് തൈരോ അല്ലെങ്കിൽ പാലോ ചേർക്കാം. ഇത് രണ്ടും വളരെ ഇഫക്റ്റീവ് ആണ്. ഓയിലി ആക്നെ ഉള്ളവരാണെങ്കിൽ, കുരു ഉള്ളവരാണെങ്കിൽ ദയവേത് പാലും തൈരും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ തേനും ഇതൊക്കെ തന്നെയാണ് ധാരാളം. പിന്നെ കുറച്ച് വെള്ളം കൂടെ, അത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ആ ടൊമാറ്റോ ജ്യൂസിൽ തന്നെ നമുക്കത് കുഴച്ചെടുക്കാം. ഇത് തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി നമ്മൾ ഫേസിലും അതുപോലെ കഴുത്തിലും ഇനി കയ്യിലും കാലിലൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് ഇടുക. ഇട്ടതിന് ശേഷം ഒരു 10 to 15 മിനിറ്റിനകത്ത് ഇത് ഉണങ്ങി തുടങ്ങും. അതായത് ചെറിയതായിട്ട് ഡ്രൈ ആവും. ആ സമയത്ത് ഒരു ജെന്റിൽ മസാജ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ നനവോട് കൂടി തന്നെ ജെന്റിൽ മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്ക്രബ്ബർ പോലെ യൂസ് ചെയ്യാം. വളരെ ജെന്റിൽ ആയിട്ടുള്ള ഒരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. ഒരു ടാൻ റിമൂവൽ അവിടെ നടക്കും. കുറച്ചുകൂടെ സ്കിൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഒരു നറിഷ്മെന്റും കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഇത് ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം നമുക്കിത് ഉപയോഗിക്കാം. വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ഓരോ തവണയും ഉപയോഗിച്ചിട്ട്, പക്ഷെ എന്നും നമ്മൾ വെയിൽ കൊള്ളുന്നതിനെ പറ്റി ആലോചിക്കരുത്. അങ്ങനെ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ നന്നായിട്ട് സൺസ്ക്രീൻ ഇടുക. അതാണ് ഒരു കാര്യം. സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഈ സൺസ്ക്രീൻ ഇട്ടതിന്റെ ധൈര്യത്തിൽ ദയവേത് നിങ്ങൾ പുറത്തിറങ്ങരുത്. സൺസ്ക്രീൻ ഇട്ടാലും മറ്റ് പ്രൊട്ടക്ഷൻ, അതായത് കുട പിടിക്കുക, സ്കാർഫ് കെട്ടുക, ജസ്റ്റ് നമ്മളൊരു തൊപ്പി വയ്ക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഒരു മെഷർ നമ്മുടെ ഈ മുഖത്തും കഴുത്തിനുമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അത് വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ നമ്മളൊരു ചെറിയ സമയം, അതായത് ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ഷോപ്പിലേക്ക് കയറുന്ന ആ ഒരു സമയം പോലും നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ആഴ്ചയിൽ 3 ദിവസം ചെയ്യാം. മറ്റ് ഇപ്പൊ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു 12 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. 12 വയസ്സിന് താഴെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അത് ആഴ്ച 3 ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. മഞ്ഞളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചിലപ്പോൾ കുറച്ച് ഇറിറ്റേഷൻ വരാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും വേണം. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ തക്കാളിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്, പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉരുളക്കിഴങ്ങെന്ന് പറയുന്നത് അതിനകത്തും ഈ പറഞ്ഞ മാതിരി ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. അത് അത്യാവശ്യം നന്നായിട്ട് സ്കിൻ കെയറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. വെച്ചാൽ ഈ കണ്ണിനടിയിലെ കറുപ്പെന്ന് പറഞ്ഞാൽ എപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ണിനടിയിലെ കറുപ്പെന്ന് പറയുന്നത്. മിക്ക ആൾക്കാർക്കുണ്ട്. അത് ഈ കണ്ണടി മാത്രമല്ല, ഈ ചുണ്ടിന് ചുറ്റും ഒരു കാര്യമില്ലാതെ കറുത്ത് വരുന്ന ആൾക്കാരുണ്ട്. മേ ബി ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരാം, വെയിൽ കൊണ്ടിട്ട് വരാം, വെയിറ്റ് ഗെയിനിൽ വരാം, തൈറോയ്ഡ് കംപ്ലയിൻസ്, അങ്ങനെ പല പല റീസൺസ് ഉണ്ട് ഇതിന്. എങ്കിലും എന്തൊക്കെ ക്രീംസ് ഇട്ടാലും മാറുന്നില്ല എന്ന് പറയുന്നവർക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊട്ടറ്റോ ഒന്നെങ്കിൽ അതിന്റെ ജ്യൂസ് നമുക്കത് ഗ്രേറ്റ് ചെയ്ത്, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ സ്ലൈസറിലൊക്കെ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഗ്രേറ്റർ ഉണ്ടല്ലോ അതിൽ, അതിനകത്ത് എടുക്കാം. ഇല്ലെങ്കിൽ അത് അരച്ച് അങ്ങനെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും അതിന്റെ ജ്യൂസ് നമുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. ആ ജ്യൂസ് എടുക്കുക. ജ്യൂസിനകത്തേക്ക് ഇത് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നമ്മുടെ കടലമാവ് ആഡ് ചെയ്യുക. അതുപോലെ കുറച്ച് നമുക്ക് തേനോ അല്ലെങ്കിൽ കുക്കമ്പർ ജ്യൂസോ ഏതെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ കുക്കമ്പർ ജ്യൂസ് തന്നെയാണ് പറയുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഇത് 2-3 രീതിയിൽ ഉപയോഗിക്കാം. ഇതൊരു ക്ലെൻസർ ആയിട്ട് ആദ്യമേ പൊട്ടറ്റോ ജ്യൂസ് നമുക്കൊരു കോട്ടണിനകത്ത് എടുത്തിട്ട് വെറുതെ നമുക്ക് മുഖത്ത് റബ്ബ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ സ്ലൈസ് ആയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിനെ വളരെ തിന്നായിട്ട് അതൊരു നനവോട് കൂടി തന്നെ, അത് നമ്മളിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ നനവ് വരും. ആ ഒരു നനവ് മാറുന്നതിന് മുമ്പ് തന്നെ കണ്ണിൽ ഒട്ടിച്ചു വയ്ക്കുക.
ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പൊട്ടറ്റോ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നന്നായിട്ട് ചീകിയെടുത്ത് ഉണക്കി, ഇപ്പോഴൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. ഉണക്കിയിട്ട് അത് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് ഈ പൗഡർ നമ്മൾ ജസ്റ്റ് എടുത്ത് നല്ലൊരു മിക്സ് ആക്കിയിട്ട്, അതായത് ഇതൊരു പാലിനകത്തോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കമ്പർ ജ്യൂസിലോ വല്ലതും മിക്സ് ചെയ്തിട്ട് ഒരു പാക്കായിട്ട് നമുക്ക് എല്ലാ ദിവസവും മുഖത്തും കഴുത്തിലും ഇടാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു ഡ്രൈനെസ് കാണും. പാലിലിട്ടാൽ ആ പ്രശ്നമില്ല, പക്ഷെ ചെറുതായിട്ട് ഡ്രൈ ആവുന്നെങ്കിൽ അത് കഴുകി കളഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ ഇടുക. ഒരുപാട് അത് ഡ്രൈ ചെയ്യാതെ അത് കഴുകി കളഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടുക. എസ്പെഷ്യലി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും അതുപോലെ തന്നെ ഈ വായുടെ ചുറ്റിനുമുള്ള, ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പുമായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. വളരെ ഇഫക്റ്റീവാണ്. ഞാൻ നേരത്തെ ഇപ്പോൾ പൊട്ടറ്റോ കൊണ്ടുള്ള പാക്ക് പറഞ്ഞതും ഇതുപോലെ തന്നെ, നേരത്തെ ടൊമാറ്റോയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു 5-6 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങും. അപ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് റബ്ബ് ചെയ്യാൻ്റെ സെൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 30-40 സെക്കൻഡ്സ് മസാജ് ചെയ്യുക. പിന്നെ അത് കഴുകി കളയുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതും ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടും കൂടെ ചെയ്യണം എന്നില്ല. ഏത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അത് കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക. എന്ന് വെച്ചാൽ ഇതിപ്പം എന്താ പറയുക, ടാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അത് നിരന്തരം ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് കിട്ടും. അല്ലാത്ത പക്ഷം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ക്ലിനിക്കൽ പ്രൊസീജിയറിൽ മെഡിസിൻസ് വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇത് ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണും, പക്ഷെ പിന്നെ അത് പോകും, അങ്ങനെയല്ല. നമുക്കത് നീണ്ടു നിൽക്കണമെങ്കിൽ നമ്മൾ നീണ്ടു തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ വേണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.